കൊടിയ ചൂടിനിടെ പാമ്പ് ഭീതിയിൽ സംസ്ഥാനം. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ 2 പേർക്ക് അടിയേറ്റു. വളർത്തുമൃഗങ്ങളെയും കടിച്ചു. കോഴിക്കോട് കുറ്റ്യാടിയിൽ തലയണക്കിടയിൽ 5 പാമ്പിൻ കുഞ്ഞുങ്ങൾ. മൂവാറ്റുപുഴയിലും താനശ്ശേരിയിലും പാമ്പുകളെ പിടിച്ചു. 3 ആഴ്ചയ്ക്കകം കടിയേറ്റത് 27 പേർക്ക്. മരിച്ചത് 5 പേർ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സൂര്യാഘാതം. കണ്ണൂരും പാലക്കാടും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് പൊള്ളലേറ്റു. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം തേടി KSEB. അപ്രഖ്യാപിത പവർ കട്ടിൽ ആരോപണവുമായി സണ്ണി ജോസഫ്. പേര് പറയാതിരുന്നാൽ പ്രശ്നം തീരുമോ എന്ന് ചോദ്യം. തൃശൂർ പൂരത്തിന് പരിസമാപ്തി. ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ് പാറമേക്കാവും തിരുവമ്പാടി. പുരാവേശത്തിന് ഇനി 1 വർഷത്തെ കാത്തിരിപ്പ്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ 1 മരണം കൂടി. മരണസംഖ്യ 17ആയി. ചികിത്സയിലിരിക്കെ മരിച്ചത് തൃശൂർ കുണ്ടന്നൂർ സ്വദേശി രാകേഷ്. ഇടുക്കി നെടുങ്കണ്ടത്ത് ശരീരഭാഗങ്ങൾ കണ്ടെടുത്ത് പോലീസ്. ഇരട്ടക്കൊലയെന്ന് സംശയം. കാണാതായ 2 പേരുടേതെന്ന് നിഗമനം. ഇടുക്കി SP ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്ത്. കാസർഗോഡ് പടന്നയിലെ ശൈശവവിവാഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മഹല്ല് സെക്രട്ടറിക്കെതിരെ അഴിക്കാൽ ജുമാ മസ്ജിദിലെ ഉസ്താദ്. വിവാഹം നടത്തിയത് കുട്ടി പ്രായപൂർത്തിയായെന്ന് തെറ്റിദ്ധരിപ്പിച്ചെന്ന് മൊഴി. AAPക്ക് വീണ്ടും തിരിച്ചടി. MP മാരുടെ കൂറുമാറ്റം അംഗീകരിച്ച് രാജ്യസഭാ അധ്യക്ഷൻ. 7 MP മാരും ഇനി BJP പ്രതിനിധികൾ. വൈറ്റ് ഹൌസ് വെടിവെപ്പിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ വിവരങ്ങൾ. ട്രംപിന് പുറമെ ഉന്നത ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടിരുന്നുവെന്ന് കണ്ടെത്തൽ. പ്രതി തോമസ് അലനെ കോടതിയിൽ ഹാജരാക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷം. അമേരിക്കയ്ക്ക് വഴങ്ങില്ലെന്ന് ഇറാൻ. 3 ഉപാധികൾ മുന്നോട്ട് വച്ചു. നയതന്ത്രത്തിലും പുതിയ നീക്കം. അബ്ബാസ് അറക്ചി റഷ്യയിൽ. ആണവ പദ്ധതികളിൽ പുടിനുമായി ചർച്ച.